ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 1950 ജാപ്പനീസ് സംവിധായകനായ അരീഗ കുറോസോവ പുറത്തിറക്കിയ സിനിമയായിരുന്നു റാഷമൺ. ഒരു കൊലപാതകം നടക്കുന്നു. അതിനെക്കുറിച്ച് 4 പേർ വിശദീകരിക്കുന്നതാണ് സിനിമയുടെ പ്രത്യേകത. ഒരു കള്ളൻ, കൊല്ലപ്പെട്ട മനുഷ്യന്റെ ഭാര്യ, ദൃക്സാക്ഷിയായ മറ്റൊരാൾ, അതുകൂടാതെ മാന്ത്രികമായി വിളിച്ചു വരുത്തിയ കൊല്ലപ്പെട്ട മനുഷ്യന്റെ ആത്മാവ് എന്നിവർ ആ സംഭവത്തെക്കുറിച്ച് വിശദീകരിക്കുന്നു. എന്നാൽ 4 പേരും പറയുന്നത് തമ്മിൽ ഒരു ബന്ധവുമില്ല. പക്ഷേ ആരും കള്ളം പറയുന്നതായി തോന്നുകയുമില്ല എന്നതാണ് ഈ വിശദീകരണങ്ങളുടെ പ്രത്യേകത. ഒരേ സംഭവത്തെ പല ആളുകൾ പല രീതിയിൽ അനുഭവിക്കുകയും വിവരിക്കുകയും ചെയ്യുന്ന ഈ അവസ്ഥ പിൽക്കാലത്ത് റാഷമൺ ഇഫക്റ്റ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ഈ റാഷമൺ ഇഫക്റ്റിനെ പ്രമേയമാക്കി ലോകത്ത് പല സാഹിത്യ രചനകളും മറ്റ് സിനിമകളുമൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിലും ഈ റാഷമൺ ഇഫക്റ്റ് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് തോന്നാറുണ്ട്. അവരവരുടെ ഭാഗം ഒട്ടും കള്ളമല്ലാത്ത രീതിയിൽ വിശദീകരിക്കാൻ നാം പലപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ടെന്നത് നല്ലതാണ്. പക്ഷേ നമ്മുടെ ജീവിതാനുഭവത്തിലെ സത്യങ്ങൾ വിശദീകരിക്കുമ്പോൾ മറ്റുള്ളവർ പറയുന്നത് കള്ളമാണെന്ന് എങ്ങനെ ഉറപ്പിക്കാനാകും? നാം കണ്ടതും കേട്ടതും അനുഭവിച്ചതും മാത്രമാണ് സത്യമെന്ന് വാശി പിടിക്കാതിരിക്കുക എന്നതാണ് ഇതിനുള്ള പരിഹാരം. കാരണം സത്യത്തെ പല കോണുകളിൽ നിന്ന് വീക്ഷിക്കുമ്പോൾ പലതായി തോന്നുക എന്നത് സ്വാഭാവികമാണ്. അവിടെ ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന പഴമൊഴി പോലെ വാശി പിടിക്കുകയും മറ്റുള്ളവരെ തെറ്റുകാരായി ചിത്രീകരിക്കുകയും ചെയ്താൽ പലപ്പോഴും സത്യം വികലമാക്കപ്പെടുകയും തെറ്റിദ്ധാരണകൾ വളരുകയും ചെയ്യും. പലപ്പോഴും പല തെറ്റിദ്ധാരണകളുടെയും അടിസ്ഥാനം മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ നിന്ന് ചിന്തിക്കുവാൻ കഴിയാറില്ല എന്നതാണെന്ന് തോന്നുന്നു. മറ്റുള്ളവർ പറയുന്നത് സത്യമാണോ എന്നറിയണമെങ്കിൽ അവരുടെ കണ്ണുകളിൽ കൂടി ആ കാര്യങ്ങളെ കാണുവാൻ ശ്രമിക്കേണ്ടിയിരിക്കുന്നു. അല്ലാതെ നമ്മുടെ കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളും മാത്രമാണ് ശരിയെന്ന് വാശി പിടിച്ചാൽ ശരിയായ അറിവുകളെ കണ്ടെത്തുക എന്നത് പ്രയാസകരമായി മാറും. ക്രിസ്തുവിനോടൊപ്പം 2 കള്ളന്മാർ കുരിശിൽ തറയ്ക്കപ്പെട്ടു. ഒരാൾ ക്രിസ്തുവിനെ പരിഹസിച്ചു, നീ ദൈവപുത്രനാണെങ്കിൽ നിന്നെയും ഞങ്ങളെയും രക്ഷിക്കൂ എന്ന് പറഞ്ഞു. പക്ഷെ മറ്റേ കള്ളൻ പറഞ്ഞു, നാം ചെയ്തതിന് ന്യായമായി ശിക്ഷ ലഭിക്കുന്നു. എന്നാൽ ഈ മനുഷ്യൻ കുറ്റമില്ലാത്തവനാണ്. ഒരേ സംഭവമാണ്, ഒരേ തരത്തിലുള്ള കുരിശുകളാണ്, ഒരേ വേദനയാണ്. പക്ഷേ 2 വ്യത്യസ്ത ദൃഷ്ടികോണുകളിൽ കൂടി നോക്കുമ്പോൾ ഒരു കള്ളൻ പരിഹാസം കാണുന്നു, മറ്റേ കള്ളൻ രക്ഷയെ കാണും. നമുക്ക് നമ്മുടെ വീക്ഷണങ്ങളെയൊക്കെ ഒന്ന് പുതുക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ കാഴ്ചകളിൽ മറ്റുള്ളവരുടെ കാഴ്ചകളും ഉൾപ്പെടുത്താം. മറ്റുള്ളവർ പറയുന്നതിലെ സത്യത്തെ അംഗീകരിക്കാം. അങ്ങനെ സത്യത്തെ കൂടുതൽ മനോഹാരിതയുള്ളതാക്കി ജീവിതത്തെ കൂടുതൽ അർത്ഥവത്താക്കി മാറ്റാം. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹദായകനേ പരിശുദ്ധാത്മാവേ, വരദാനങ്ങളുമായി പറന്നിറങ്ങണമേ. അനുദിനമെന്നുള്ളിൽ പരിശുദ്ധാത്മാ